ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഗോൾഡ് ട്രേഡിങ്ങിനെ പറ്റിയാണ്. ഗോൾഡ് ട്രേഡിങ് നമുക്ക് എങ്ങനെ ചെയ്യാം, ഏത് പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഏതാണ് ലീഗലായിട്ടുള്ള വേ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ ലീഗലാണോ ഇല്ലീഗലാണോ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ കൂടിയാണ് ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ട്. അതായത് ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് മല്ലു ട്രേഡർ എന്നാണ്. അപ്പോൾ അതിൽ ചെറിയൊരു ചേഞ്ചസ് ഞാൻ ഇവിടെ വരുത്തിയിട്ടുണ്ട്. അത് ഷോർട്ട് ഫോം ചെയ്തിട്ട് ജസ്റ്റ് MTJ എന്ന് മാത്രമാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം ഇങ്ങനെ ഒരു ചാനൽ കാണുന്ന സമയത്ത് കൺഫ്യൂഷൻ ആകാതിരിക്കുക, ഇത് എൻ്റെ സ്വന്തം ചാനൽ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഗോൾഡ് ട്രേഡിംഗ്. ഇവിടെ നിങ്ങൾ കാണുന്നത് ഗോൾഡിൻ്റെ ചാർട്ടാണ്. ഇപ്പോൾ ഓൾ ടൈം ഹൈയിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നെക്സ്റ്റ് ഹൈ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിലെങ്ങനെ ട്രേഡ് എടുക്കണം എന്നുള്ളത്, ഗോൾഡ് നമുക്ക് എങ്ങനെ ചെയ്യാം, ഏത് രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഏത് ബ്രോക്കർ അല്ലെങ്കിൽ ഏത് എക്സ്ചേഞ്ച് വഴി ചെയ്യാം എന്നുള്ളത്. അതിൽ ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MCX വഴി നമുക്ക് ഗോൾഡ് ഫ്യൂച്ചർ നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഇന്ത്യയിൽ നിന്ന് ലീഗലോടെ 100% ലീഗലോടെ നമ്മുടെ നോർമൽ ട്രഡീഷണൽ ബ്രോക്കേഴ്സായ സെറോദ, ഏഞ്ചൽ വൺ, ഫയേഴ്സ്, ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ്ലി ഗോൾഡ് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. MCX എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ആണ്, മൾട്ടി കമോഡിറ്റി ഇൻഡെക്സ്. അപ്പോൾ അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് എന്താണ് ഗോൾഡ് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അത്യാവശ്യം ലിക്വിഡിറ്റി, നമുക്ക് ഒരു ബൈ എൻട്രി എടുക്കാനുള്ള ലിക്വിഡിറ്റി അതിനകത്തുണ്ട്. പിന്നെ നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ നോർമലി ബ്രോക്കേഴ്സ്, നമ്മൾ സാധാരണ ഇന്ത്യൻ മാർക്കറ്റിൽ ചെയ്യുന്ന പോലെ തന്നെ ഡിപ്പോസിറ്റും വിഡ്രോയൊക്കെ നമുക്ക് ഈസിലി ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു പ്രശ്നം ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഹ്യൂജ് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വേണം. എനിക്കൊന്ന് റീസെൻ്റ്ലി ഇപ്പം ഗോൾഡിൻ്റെ പ്രൈസ് കൂടിയതോടെ എനിക്കൊന്ന് ഏകദേശം ഒരു 4 ലക്ഷത്തിൻ്റെ അടുത്തായിട്ട് നമുക്ക് ക്യാപിറ്റൽ വേണം ഒരു ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഓപ്ഷൻസ്, പുട്ട് ഓപ്ഷനൊക്കെ വെച്ച് നമ്മൾ ഹെഡ്ജ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി മാർജിൻ കുറഞ്ഞ് കിട്ടും. ബട്ട് ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂജ് ക്യാപിറ്റലാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്. അതാണ് പല ആൾക്കാരും ഇതിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈ ഒരു ഗോൾഡ് അത്ര ഫേമസ് ആവാതിരിക്കുന്നത് MCXൽ. ഓക്കെ, ബട്ട് സ്റ്റിൽ ആൾക്കാർ, വലിയ ക്യാപിറ്റൽ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഒരു ഹെഡ്ജിങ് എന്ന രീതിയിൽ പല ആൾക്കാരും ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എങ്ങനെ നമുക്ക് ഗോൾഡ് ചെയ്യാമെന്നുള്ളത്, ഫോറക്സ് ബ്രോക്കർ ത്രൂ നമുക്ക് ചെയ്യാം. ഇന്ത്യയിൽ നിന്ന് നമുക്ക് ഫോറക്സ് ബ്രോക്കർ വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിൽ ഫണ്ട് ആഡ് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ XNS എടുക്കാം. XN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രോക്കറാണ്. ഇതിൽ നിന്ന് നമ്മൾ ഇന്ത്യയിൽ നിന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. നമ്മുടെ ക്യാഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് ട്രേഡ് ചെയ്യാം, ഫോറക്സ് ബ്രോക്കർ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ലീഗാലിറ്റി ഇഷ്യൂ, റൈറ്റ്. സോ നമുക്ക് പറയാം, ഈ ഒരു ഇന്ത്യയിൽ നിന്ന് ഫോറക്സ് ട്രേഡിംഗ്, ഫോറിൻ മാർക്കറ്റ്സിൽ ട്രേഡ് ചെയ്യുന്നത്, അതായത് അവരുടെ കറൻസി പെയർസിൽ ട്രേഡ് ചെയ്യുന്നത് ലീഗലായിട്ടുള്ള കാര്യമല്ല, അത് ഇല്ലീഗലാണ്. ഓക്കെ, അതിൽ വേറെ ഒരു ക്വസ്റ്റ്യനും ഇല്ല, അത് ഇല്ലീഗൽ തന്നെയാണ്. ബട്ട് ലീഗൽ, അപ്പം ഇന്ത്യയിൽ നിന്ന് പല ആൾക്കാരും ട്രേഡ് ചെയ്യുന്നുണ്ടല്ലോ ഫോറക്സ്. അപ്പോൾ അവരൊക്കെ ട്രേഡ് ചെയ്യുന്നത് പല തരം ലൂപ്പ് ഹോൾ വഴിയാണ്. ആ ലൂപ്പ് ഹോൾ വഴിയാണ് പല ആൾക്കാരും ട്രേഡ് ചെയ്യുന്നത്. ഈവൻ XNS എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം തന്നെ എന്താണ് അവരുടേതായിട്ടുള്ള, അപ്പോൾ ഞാൻ ഓൾറെഡി XNS എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഫണ്ട് ആഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓൾറെഡി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടു നോക്കാം, ഒരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് കിട്ടും എങ്ങനെയാണ് ഫോറക്സ് ബ്രോക്കർ വർക്ക് ചെയ്യുന്നുള്ളത്. അപ്പം ഇവർ തന്നെ ഇവരുടെ വളരെ സേഫായിട്ടുള്ള ഫണ്ട് മാനേജേഴ്സ് യൂസ് ചെയ്തിട്ടാണ് പല കാര്യങ്ങൾ, അതായത് വിഡ്രോയും എന്താണ് ഡിപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു ബ്രോക്കറാണ് XNS. നമുക്ക് ചെറിയ എമൗണ്ട് ഒക്കെ വെച്ച് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല. അങ്ങനെ വലിയ ലീഗൽ ഇഷ്യൂസ്, പല ആൾക്കാരും എന്താണ് ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നൊക്കെ പറയാറുണ്ട്. ബട്ട് നമുക്ക് ചെറിയ എമൗണ്ടിൽ ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഒക്കെ നമുക്ക് ഈ ഒരു XNS വഴി നമുക്ക് ട്രേഡുകൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ബട്ട് വലിയ എമൗണ്ടൊക്കെ ചെയ്യുമ്പോൾ സമയത്താണ്, വലിയ എമൗണ്ട് മീൻസ് ഇയർലി ഒരു 15 ലാക്ക് 20 ലാക്ക് വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി എന്താണ് അതിൻ്റെ സോഴ്സൊക്കെ കാണിക്കേണ്ടി വരും. ബട്ട് സ്റ്റിൽ നമുക്ക് ഇന്ത്യയിൽ നിന്ന് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ചെറിയ എമൗണ്ടിന് സ്റ്റാർട്ട് ചെയ്യാം, യാതൊരു കുഴപ്പമില്ല. ബട്ട് നിങ്ങൾ വലിയ പ്രോഫിറ്റ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് കൺട്രീസ് ഫോറക്സ് ഫോറക്സ് ട്രേഡിംഗ് അലോ ചെയ്യുന്ന ഒരുപാട് കൺട്രീസ് ഉണ്ട്. ദുബായിലൊക്കെ പോയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദുബായിൽ പോകുന്നതാണ് ഏറ്റവും ബെറ്റർ, അല്ലേ? അവിടെ ടാക്സ് ഫ്രീ ആണ്, അല്ലേ? സോ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. ബട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുള്ളത്, ഇത് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, XNS എന്ന പ്ലാറ്റ്ഫോം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. അത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കാം. അതിൻ്റെ എടുത്തിട്ട് നിങ്ങൾക്ക് ചെറിയൊരു റിസ്ക് എടുത്ത് വേണമെങ്കിൽ ചെയ്യാം. ലൈക്ക് ഞാൻ വേണമെങ്കിൽ പറയുന്നത് ഒരു ഗ്രേ ഏരിയ ആണ്, റൈറ്റ്? ഒരു ഗ്രേ ഏരിയ ആണ്. ഗ്രേ മീൻസ് ബ്ലാക്കും അല്ല വൈറ്റും അല്ല, ലീഗലും അല്ല ഇല്ലീഗലും അല്ല, അതിൻ്റെ ഇടയിൽ വരുന്നൊരു കാര്യം. കുറച്ച് റിസ്ക് എടുക്കുകയാണെങ്കിൽ ചെയ്യാം. ഒരുപാട് പേര് ഇന്ത്യയിൽ നിന്ന് തന്നെ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇന്ത്യയിൽ നിന്ന് ഇപ്പം ലീഗലായിട്ട് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫണ്ടഡ് അക്കൗണ്ടാണ്. ഫണ്ടഡ് അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് ഗോൾഡിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓൾറെഡി ഞാൻ ലാസ്റ്റ് മന്ത് ഫണ്ടഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇപ്പം എനിക്ക് തോന്നുന്നു 2-3 ഡിഫറെൻറ്റ് ഫണ്ടഡ് അക്കൗണ്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ എനിക്ക് 2 എണ്ണം പാസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരെണ്ണം സ്റ്റിൽ ആക്റ്റീവാണ്. അത് ഞാനിപ്പം ട്രേഡ് അങ്ങനെ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഫണ്ടഡ് അക്കൗണ്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ എന്താണ് ഒരു പർട്ടിക്കുലർ എമൗണ്ട് നമ്മൾ കൊടുത്തിട്ട് ഒരു ഫണ്ടഡ് അക്കൗണ്ട് ചലഞ്ച് നമ്മൾ പർച്ചേസ് ചെയ്യുക, ലൈക്ക് ഒരു ഡെമോ പ്ലാറ്റ്ഫോം. ആ ഒരു ഡെമോ പ്ലാറ്റ്ഫോമിൽ നമ്മൾ അവർ പറയുന്ന ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു റിയൽ ഫണ്ടഡ് അക്കൗണ്ട് നമുക്ക് തരും. അതുവഴി നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം. അത് നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത് ആക്ച്വലി ലീഗലാണ്. വലിയ കൺഫ്യൂഷനോ കാര്യങ്ങളൊന്നുമില്ല. നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇന്ത്യയിൽ നിന്ന് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ബട്ട് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഫണ്ടഡ് അക്കൗണ്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫണ്ടഡ് അക്കൗണ്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് ഫണ്ടഡ് അക്കൗണ്ട് ഗൂഗിൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഫണ്ടഡ് അക്കൗണ്ട് ഉണ്ട്. അതിലൊക്കെ പലതരം ടൈപ്പും കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ യാതൊരു പേര് പോലും കേൾക്കാത്ത ഒരു ഫണ്ടഡ് അക്കൗണ്ടിൽ ഒരിക്കലും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തെടുക്കരുത്. ആൻഡ് നമ്മളെപ്പോഴും ചെയ്യുന്ന സമയത്ത് ഒരു റിപ്പീറ്റഡ് ആയിട്ടില്ല. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഞാൻ 5% അക്കൗണ്ട് എടുത്തിട്ടുണ്ടെന്നുള്ളത്. ആൻഡ് അങ്ങനെയുള്ള 1-2 അക്കൗണ്ട് ഞാൻ എടുത്ത അക്കൗണ്ടിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതുവഴി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. പിന്നെ വീണ്ടും വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഫണ്ടഡ് അക്കൗണ്ട് എപ്പോഴും ഒരു സൊല്യൂഷനായിട്ട് എടുക്കാതിരിക്കുക. നമ്മളുടെ ഇതിൽ നിന്ന് ഇത് മാത്രം ഫോക്കസ് ചെയ്യുന്നില്ല. ഫണ്ടഡ് അക്കൗണ്ട് ഒരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ഇപ്പം ട്രേഡിങ് ക്യാപിറ്റൽ ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. അവർക്കിതൊരു ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ സ്കില്ല് നേടിയെടുക്കുക. പിന്നെ അതിൽ നിന്ന് എടുക്കുന്ന വിഡ്രോ നമുക്ക് എപ്പോഴും ക്രിപ്റ്റോ കറൻസി ത്രൂ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ക്രിപ്റ്റോ കറൻസി ത്രൂ മാത്രം എടുക്കുക. നമ്മൾ ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലൊന്നും എടുക്കാതിരിക്കുക. ആൻഡ് ഓൾസോ നമ്മളിപ്പോൾ പല ഫണ്ടഡ് അക്കൗണ്ടുകളും നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാർ പല ഫേംസും UPI ട്രാൻസാക്ഷൻ അലൗഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരിക്കലും UPI ട്രാൻസാക്ഷൻസ് ചെയ്യാതിരിക്കുക. അത് നമ്മൾ പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ശരി, വിഡ്രോ ചെയ്യാനാണെങ്കിൽ ശരി, UPI മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ത്രൂ നമുക്ക് പർച്ചേസ് ചെയ്യാം. ബട്ട് അത് നമ്മൾ ഇപ്പം ഒരു അക്കൗണ്ട് എടുത്തു, അത് ഫെയിലായി, വീണ്ടും അക്കൗണ്ട് എടുത്ത് അങ്ങനെ ഒരുപാട് ട്രാൻസാക്ഷൻസ് ചെയ്യാതിരിക്കുക. 1, 2 അല്ലെങ്കിൽ 5, 6 ട്രാൻസാക്ഷൻസ് ഓക്കെയാണ്. അതിൽ കൂടുതലൊക്കെ വരുന്ന സമയത്ത് മേ ബി ബാങ്കുകൾ RBIയുടെ പുതിയ നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മേ ബി നിങ്ങളുടെ അക്കൗണ്ടുകൾ സംശയത്തിൻ്റെ പുറകിലാവുകയും ചിലപ്പോൾ സസ്പെൻഡ് അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും ഫണ്ടഡ് അക്കൗണ്ട് ചെയ്യുന്നത് ക്രിപ്റ്റോ കറൻസിയാണ്. ഞാൻ പർച്ചേസ് ചെയ്യാനാണെങ്കിലും ക്രിപ്റ്റോ കറൻസി ത്രൂ പർച്ചേസ് ചെയ്യും. ആൻഡ് വിഡ്രോ ഞാൻ ലാസ്റ്റ് വീക്ക് ഒരു വിഡ്രോ ഞാൻ ചെയ്തിരുന്നു. അത് ഞാൻ ചെയ്തത് ക്രിപ്റ്റോ കറൻസി, ക്രിപ്റ്റോ കോയിനായിട്ടാണ് ഞാൻ വിഡ്രോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ പേ ഔട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഫണ്ടഡ് അക്കൗണ്ടിൻ്റെ എങ്ങനെ നല്ല രീതിയിൽ, അതായത് ശ്രദ്ധിച്ച് എങ്ങനെ ചെയ്യാം, പർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഞാൻ നാളെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പം ഞാനിതാണ് ഫസ്റ്റ് പാർട്ടായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു മാസത്തിൽ മുകളിലായിട്ട് കണ്ടിന്യൂസ്ലി ഞാനിപ്പം ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വീക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ബഡ്ജറ്റ് വീക്ക് ആയതുകൊണ്ട് ഞാൻ പിന്നെ ഫോറക്സിൽ അധികം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് അതിന് മുമ്പ് ഞാൻ കണ്ടിന്യൂസ്ലി ഗോൾഡിലും കറൻസി പേരിലൊക്കെ ചെറിയ രീതിയിൽ ട്രേഡ് എടുത്തിട്ടുണ്ട്. 2 അക്കൗണ്ട് പാസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ബ്ലൂബെറി എന്ന് പറഞ്ഞ ഒരു ഫണ്ടഡ് അക്കൗണ്ട് ഉണ്ട്. അതിലാണ് ഞാൻ പാസ് ചെയ്തിരിക്കുന്നത്. 5% ഒന്ന് പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്ന റൂൾസും കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുവാണെങ്കിൽ, നമ്മൾ ഡിസിപ്ലിനോട് ചെയ്യുവാണെങ്കിൽ എനിക്കൊന്ന് വളരെ ഈസിയാണ്. കാരണം ഇന്ത്യൻ മാർക്കറ്റിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഇത് കുറച്ചുകൂടി ഈസിയാണ്. കാരണം നമുക്കവിടെ അത്ര ഫ്ലക്ച്വേഷൻസ് ഇല്ല. ആൻഡ് അറ്റ് ദ സെയിം ടൈമിൽ ഓപ്ഷൻ പ്രീമിയത്തിൻ്റെ സ്പൈക്കുകൾ, ഡിപ്പുകൾ, ടൈം ഡീക്കെ ഈ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു സ്റ്റോപ്പ് ലോസ്, ഒരു ടാർഗറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് വെയിറ്റ് ചെയ്യാം, അത് മാത്രം മതി. ഓക്കെ, ഒരു പ്രോപ്പർ സ്ട്രാറ്റജി കൊണ്ട് ഈസിയാണ്. പിന്നെ ഇതിൻ്റെ പേ ഔട്ട് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. അത് ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാം. ആൻഡ് സേഫ് ആയിട്ടുള്ള മെത്തേഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് പബ്ലിക്കലി അങ്ങനെ പറയാൻ വേണ്ടിയൊന്നും പറ്റില്ല. റൈറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ഗ്രേ ഏരിയ ആണ്. സോ അതുകൊണ്ട് തന്നെ ഞാനിത് ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല, ലൈക്ക് ഇപ്പം വന്നോ ട്രേഡ് എടുത്തോ എന്നുള്ളത്. ഗ്രേ ഏരിയ ഇത് ലീഗലും അല്ല ഇല്ലീഗലും അല്ല, അതിൻ്റെ ഇടയിൽ പെടുന്ന കാര്യമാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. വലിയ എമൗണ്ട് ഒക്കെ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പം നമ്മുടെ അക്കൗണ്ടിലോട്ട് വരുന്ന അതിൻ്റെ സോഴ്സ്, ഇപ്പം ചിലപ്പോൾ മണി ലോണ്ടറിങ്, അങ്ങനെ ഒരുപാട് ഹവാല പൈസയൊക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് വിഡ്രോ ചെയ്യുന്ന സമയത്തും അതുപോലെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്തേക്കും. അപ്പോൾ ഞാൻ നാളെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഡെഫിനറ്റ്ലി എങ്ങനെയാണ് ഫണ്ടഡ് അക്കൗണ്ട് പേ ഔട്ട് ചെയ്യേണ്ടതും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, സോ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. സൂപ്പർ, ബൈ, താങ്ക് യു.